ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അച്ചോ, എല്ലാം വഷളാവുകയാണല്ലോ. എന്ത്? അല്ല, കാര്യങ്ങളാകെ കുഴഞ്ഞ് മറിഞ്ഞ് ഒരു പരുവായിട്ട് കിടക്കുകയാണല്ലോ. എന്താണ്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യമാണ് പറയുന്നത്. അച്ഛന് ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പരിഹാര നിർദ്ദേശമുണ്ടോ? പലരും എന്നോട് ചോദിച്ചതാണ്. ഒരു പക്ഷേ സീറോ മലബാർ സഭയിലെ മാത്രമല്ല, ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ മിക്കവാറും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യവും ഒരു പ്രശ്നവും ഒരു പ്രയാസവുമാണിത്. നാറ്റക്കേസായി നാണം കെട്ട് നിൽക്കുകയാണ് സഭ. അപ്പം ഇതിനൊരു പരിഹാരമുണ്ടോ? പ്രശ്ന പരിഹാരമുണ്ടോ? എൻ്റെ മനസ്സിൽ തോന്നുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത് പ്രശ്നം പരിഹരിക്കുമോ എന്നെനിക്കറിയില്ല, എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വാസ്തവത്തിൽ ഒന്നാമത്തെ കാര്യം, പ്രശ്നം ഏതാണ്ട് 90% പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരുന്നു. അന്ന് സിറിൽ പിതാവിന്, മാർപ്പാപ്പയുടെ ഡെലഗേറ്റായ സിറിൽ പിതാവിന് സീറോ മലബാർ സഭ കട്ട സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ഒരു 90% പരിഹരിക്കപ്പെട്ടേനെ. എന്നാൽ അത് അട്ടിമറിക്കപ്പെട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോയി. സ്നേഹം എന്ന് പറഞ്ഞാൽ വാത്സല്യവും ക്ഷമിക്കലും മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരാണ് അതിന് കാരണക്കാരൻ. അത് ലോകത്തുള്ള സകല മനുഷ്യർക്കും അറിയാം. സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തിൽ, ബൈബിളിലെ സുഭാഷിത ഗ്രന്ഥത്തിൽ 13:24 സ്പെയർ ദ ചൈൽഡ് സ്പോയിൽ ദ ചൈൽഡ്, അല്ല, സ്പെയർ ദ റോഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് കാണാം. വടി ഉപയോഗിക്കാത്തവൻ കുട്ടിയെ ചീത്തയാക്കുന്നു. സ്പെയർ ദ റോഡ് സ്പോയിൽ ദ ചൈൽഡ്. വടി ഉപയോഗിക്കാത്തവൻ കുട്ടിയെ, തൻ്റെ മകനെ ചീത്തയാക്കുന്നു. ഞാൻ വളരെ അടുത്ത കാലത്ത്, ഈ ആഗമന കാലത്ത്, ക്രിസ്മസിന് തൊട്ട് മുമ്പ് പല ഇടവകളും ധ്യാനിപ്പിക്കുകയായിരുന്നു. ഒരു ഇടവകയിൽ ധ്യാനിപ്പിച്ചപ്പോൾ അവിടെ 4 ദിവസത്തെ ധ്യാനം, അത് പല പ്രായത്തിലുള്ളവർക്ക്, അപ്പം 7-8 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, യൂറോപ്പിലെ കുട്ടികളാണെന്ന് ഓർക്കണം, കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ അപ്പൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ വളരെയധികം കുട്ടികളുണ്ട്. കുട്ടികൾ പറഞ്ഞു, അപ്പൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പൻ നിങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ചിലപ്പോഴെങ്കിലും അടിക്കാനായിട്ട് കൈ ഓങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. അത് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണോ അതോ ദേഷ്യമുള്ളത് കൊണ്ടാണോ? എല്ലാ കുട്ടികളും പറഞ്ഞു സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ അവർ ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ അടിക്കാനായിട്ട് കൈ ഓങ്ങിയത്? അവർ പറഞ്ഞു, വി ഡിഡ് നോട്ട് ബിഹേവ് വെൽ, ഞങ്ങൾ ശരിയായി പെരുമാറേണ്ട വിധത്തിൽ പെരുമാറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു. അപ്പോഴാണ് അവർ ദേഷ്യപ്പെട്ടതോ അല്ലെങ്കിൽ അടിക്കാനായിട്ട് കൈ ഓങ്ങിയതോ. അപ്പോൾ അപ്പൻ്റെ ദേഷ്യം അല്ലെങ്കിൽ അപ്പൻ്റെ ശിക്ഷണം അത് സ്നേഹക്കുറവാണോ? കുട്ടികൾ പറഞ്ഞത്, 7 വയസ്സിൽ കുട്ടികൾ പറഞ്ഞത് അതല്ല, ഒരിക്കലും സ്നേഹക്കുറവല്ല. ഒരു കുട്ടി പറഞ്ഞു, അയൽപ്പക്കത്തെ കുട്ടികൾ തെറ്റ് ചെയ്താൽ എൻ്റെ അപ്പൻ പോയിട്ട് അവനെ ശാസിക്കാറില്ല. അത് അപ്പൻ്റെ കുട്ടി അല്ലാത്തത് കൊണ്ടാണ്. സ്വന്തം മക്കളെ ആണ് ശിക്ഷണം കൊടുത്ത് വളർത്തുക. അപ്പോൾ സ്നേഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശിക്ഷണം. ശിക്ഷണം കൊടുക്കാതെ വളർത്തിയാൽ ആ കുട്ടികൾ നശിച്ചു പോകും, ചീത്തയാകും. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ സ്നേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു അച്ചടക്കവും ഒരു ശിക്ഷണവുമില്ല. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല, പലയിടങ്ങളിലും അങ്ങനെയാണ്. ചെറിയ പ്രശ്നങ്ങൾ, കുറച്ച് ആളുകൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ പോലും ഒരല്പം സ്നേഹത്തിൻ്റെ ഭാഷയിൽ ശിക്ഷണ നടപടി എടുത്താൽ ആ പ്രശ്നം പരിഹരിക്കാം. മറിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കൊണ്ടുപോകുകയാണ്. പ്രശ്നം പരിഹരിക്കേണ്ടി വന്ന അപ്പസ്തോലിക് ഡെലഗേറ്റിന് കട്ട സപ്പോർട്ട് കൊടുക്കേണ്ടവര് ആ സപ്പോർട്ട് കൊടുത്തില്ലെന്ന് മാത്രമല്ല, തീരുമാനത്തെ അട്ടിമറിക്കുന്നതിന് കൂട്ടുനിന്നു. എന്നിട്ടത് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. 7 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞവൻ തന്നെയാണ് അനുസരണമെന്ന കല്യാണ വസ്ത്രം ധരിക്കാതെ കർത്താവിന് വിരുന്നിലേക്ക് പ്രവേശിച്ചവരെ പുറത്ത് അന്ധകാരത്തിലേക്ക്
കരച്ചിലും പല്ലുകടിയുമുള്ള ഇരുട്ടിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞത്. 70 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞവൻ തന്നെയാണ്. ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞവൻ തന്നെയാണ്. വിചാരണ വേളയിൽ ഒരുത്തൻ അവന്റെ കർണത്തടിച്ചപ്പോൾ നീ എന്തിനെന്നെ അടിച്ചു എന്ന് ചോദിച്ചത്. ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് വിചാരണ ചെയ്യരുത്. ഡോണ്ട് ട്രൈ ടു ഇന്റിമിഡേറ്റ് മീ എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ എന്തേ മറ്റേ കാരണം കാണിച്ചു കൊടുത്തില്ല? അപ്പം എല്ലായ്പ്പോഴും മറ്റേ കാരണം കാണിച്ചു കൊടുക്കലല്ല പരിപാടി. സന്ദർഭം അനുസരിച്ച് വിവേകം ഉപയോഗിച്ച് പെരുമാറണമെന്നാണ്. സഭ അനുസരിക്കാത്തവനെ സഭയ്ക്ക് പുറത്താക്കാനായിട്ട്, സഭയിൽ നിന്ന് പുറത്താക്കാൻ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം. അതുകൊണ്ട് എല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യാൻ പറഞ്ഞ കർത്താവ് എന്ന് പറയുന്നത് ബൈബിൾ അറിയാത്തവരാണ്. അങ്ങനെ ഒരു വചനം മാത്രമല്ല ബൈബിളിലുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രബോധനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നവരുണ്ടെങ്കിൽ ഈ തീരുമാനങ്ങൾ എടുക്കണം. ചിലപ്പോൾ ചില വിഭജനങ്ങൾ ഉണ്ടാകും. അത് കർത്താവായി ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഭൂമിയിൽ സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വിഭജനം. അപ്പൻ മകനോടും അമ്മ മകളോടും ഭിന്നിച്ചിരിക്കും. അതായത് അനുസരിക്കുന്നവരും ധിക്കാരികളും തമ്മിൽ വിഭജനം ഉണ്ടാകണം. മാത്രമല്ല, യേശു വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, കർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ പ്രിയപ്പെട്ടവരായി കാണുന്നവര് കർത്താവിന്, യേശുവിന് യോജിച്ചവരല്ല. മത്തായിയുടെ സുവിശേഷം 10:34-35. അപ്പോൾ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും തമ്മിൽ വിഭജനം ഉണ്ടാകേണ്ടതാണ്. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന കർത്താവ് പറഞ്ഞത്. അതായത് മനുഷ്യരും സാത്താന്റെ സന്തതികളും തമ്മിൽ, അതായത് കർത്താവിനെയും കർത്താവിന്റെ വികാരിയെയും കർത്താവിന്റെ മെത്രാന്മാരെയും അനുസരിക്കാത്തവരും തമ്മിൽ അല്ലേ, അവരും അനുസരിക്കുന്ന സ്ത്രീയുടെ മക്കള്, അവരും തമ്മിൽ ശത്രുത ഉളവാക്കും. ശത്രുതയാണ് വേണ്ടത്, അവിടെ സഖ്യമല്ല വേണ്ടത്. സാത്താന്റെ സന്തതികളും ധിക്കാരികളും സ്ത്രീയുടെ സന്തതികളും തമ്മിൽ സഖ്യമാണ് വേണ്ടത്, അല്ല ശത്രുതയാണ് വേണ്ടത്. എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടില്ലേ? അത് സാത്താനെന്ന ശത്രുവിനെയോ സാത്താന്റെ സന്തതികളെ ശത്രുക്കളെ അല്ല, നിങ്ങളുടെ വ്യക്തിപരമായ ശത്രുക്കളെ. കർത്താവിന് ശത്രുവായ സാത്താനെയും സാത്താന സന്തതികളെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. വചനം നേരെ ചൊവ്വെ പഠിക്കുക, നേരെ ചൊവ്വെ വ്യാഖ്യാനിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് അർത്ഥം കിട്ടും, വെളിപ്പെട്ട് കിട്ടും. ചിലപ്പോഴ് സങ്കടത്തോടു കൂടിയാണെങ്കിലും വിഭജനങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, ഗാന്ധി എൻ്റെ ശവത്തിലൂടെ അല്ലാതെ ഇത് വിഭജിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവനാണ്. എന്നിട്ടും ആ വിഭജനം സ്വീകരിക്കേണ്ടി വന്നു. സങ്കീർണമായ പ്രശ്നമാണ്. ഓർത്തഡോക്സ് യാക്കോബായ സഭ വിഭജനം വേണ്ടി വന്നു. ഈ കമന്റ് ബോക്സിൽ വന്നിരുന്നിട്ട് അത് ഒഴിവാക്കാമായിരുന്നു, ക്രിസ്ത്യാനി നശിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ കമന്റ് എഴുതാം. ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ ആർക്കാ പറ്റാത്തേ? പ്രശ്നങ്ങളെ ലളിതവൽക്കരിക്കുന്നവരാണ് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ ചിലപ്പോൾ ചില കർശനമായ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. 2 തിന്മകൾ തമ്മിലാണ് തെരഞ്ഞെടുപ്പെങ്കിൽ ചെറിയ തിന്മ തിരഞ്ഞെടുക്കണമെന്നല്ലേ പണ്ട് മുതലേ ക്രൈസ്തവ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്? 2 തിന്മകൾ തമ്മിലാണ് തിരഞ്ഞെടുപ്പെങ്കിൽ ചെറിയ തിന്മ തിരഞ്ഞെടുക്കണം. 6.5 ലക്ഷം വരുന്ന അൽമായര് ഒരു വശത്ത്, 156 അതിനേക്ക് താഴെ വൈദികര് മറുവശത്ത്. ദൈവജനമാണ് സഭ എന്ന് പഠിപ്പിക്കുകയും ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുക. എന്നിട്ട് ഈ 6.5 ലക്ഷം വരുന്ന അൽമായരെ കണക്കിലെടുക്കാതിരിക്കുക. അത് ശരിയാണോ? 156 എന്ന് പറയുന്ന അവരുടെ വലിയ തിന്മ, ആ തിന്മയെ തെരഞ്ഞെടുക്കണോ നമ്മൾ? അത് അവരെ പുറത്താക്കുക എന്നുള്ള ചെറിയ തിന്മ സ്വീകരിക്കണോ? 6.5 ലക്ഷം വരുന്ന അൽമായ വിശ്വാസികളെ സംരക്ഷിക്കാൻ 156 പേരെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കണം. 156 പേരൊന്നും പോകേണ്ടി വരില്ല. കാരണം ചത്താലും ജനാഭിമുഖ കുർബാന ചൊല്ലില്ലെന്ന് പറഞ്ഞ വൈദികരില് ബഹുഭൂരിപക്ഷവും ചൊല്ലിയില്ല. ഒരു ദിവസം മാത്രമല്ല, വേറെ ചിലത് 2 കുർബാനെങ്കിൽ ഒരു കുർബാന ജനാഭിമുഖമായിട്ട് ചൊല്ലുന്നു, ഒരു കുർബാന സഭ പറഞ്ഞ തരത്തിൽ ചൊല്ലുന്നു. അപ്പൊ അവര് പോകാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. 25-ാം തീയതി ഒരുപാട് പള്ളികളിൽ മാർപ്പാപ്പിയും സഭയും പറഞ്ഞ പോലെ കുർബാന അർപ്പിച്ചല്ലോ. അതിനേക്കാൾ ഭേദം മരിക്കുന്ന പറഞ്ഞവരല്ലേ ഈ കുർബാന അർപ്പിച്ചത്. അപ്പൊ അവര് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അനുസരിക്കാൻ തയ്യാറാണ് എന്നല്ലേ എന്നതിന്റെ അർത്ഥം. പിന്നെ അവരെ പേടിപ്പിക്കുന്നത് അൽമായ മുന്നേറ്റ ഗുണ്ടകളാണ്.
അവർ തന്നെ തീറ്റ കൊടുത്ത് വളർത്തിയ ബിദ്രാൻ വാലെ പോലെയുള്ളവരും ബിൻ ലാദനെ പോലെയുള്ളവരുമാണ്. അത് അവർ തന്നെ. ഞാൻ എത്രയോ വീഡിയോസിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം കുഴിമാടമാണ്, ശവക്കുഴിയാണ് തോണ്ടുന്നതെന്ന്. ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകൾ പറഞ്ഞു വിടുമ്പോൾ, പ്രേരിപ്പിച്ചു വിടുമ്പോൾ നിങ്ങളുടെ തന്നെ ശവക്കുഴിയാണ് തോണ്ടുന്നതെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു, മുന്നറിയിപ്പ് നൽകി. അന്ന് എന്നെ കല്ലെറിയാനും എന്നെ ഭീഷണിപ്പെടുത്താനും നടക്കുകയായിരുന്നു. ഇപ്പം നിങ്ങളാണ് അനുഭവിക്കുന്നത്. നിങ്ങൾ വിതച്ചത് ഇല്ലേ, കാറ്റ് വിതച്ച കൊടുങ്കട്ടി കൊയ്യാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് 4 മെത്രാന്മാരെയും 647 അല്ലെങ്കിൽ 677 വൈദികരും ഒറ്റയടിക്ക് സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 1994 98 ഞാൻ വർഷം ഓർക്കുന്നില്ല, 94 എൻ്റെ ഓർമ്മ. 4 മെത്രാന്മാരെയും 600 ചില്ലാനും വൈദികരെയും ഒറ്റയടിക്ക് സഭയിൽ നിന്ന് പുറത്താക്കി. ഇപ്പം അവർ എങ്ങനെയെങ്കിലും സഭയുമായിട്ട് രമ്യതപ്പെടാൻ വേണ്ട വഴികൾ അന്വേഷിക്കുന്നു, ചർച്ചകൾ നടക്കുന്നു, ചില പ്രസാദാത്മകമായ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു കോൺഗ്രിഗേഷൻ പറഞ്ഞത് ഒരു രൂപതയിൽ മാത്രം നിൽക്കുന്നതല്ല, ലോകത്തെ പല രാജ്യങ്ങളും പടർന്നു പിടിച്ച ഒരു സമുദായമായിരുന്നു. ഒറ്റയടിക്കാണ് സഭ പുറത്താക്കിയത്. അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഇതൊന്നും പുത്തരിയല്ല. വിഭജിക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചിലർ വിഭജനം ഇല്ലേ ക്ഷണിച്ചു വരുത്തുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? സഭയുടെ മക്കളെ സംരക്ഷിക്കാൻ സഭയ്ക്ക് കടമയുണ്ട്. അത് ഈ വൈദികരെ, വിമതരായ വൈദികരെയും അൽമായ മുന്നേറ്റ ഗുണ്ടകളെയും പുറത്താക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. തീരുമാനങ്ങൾ എടുക്കണം. തെറ്റിപ്പോയാലും തെറ്റുകൾ തിരുത്താം. യേശു സ്നേഹിച്ച ശിഷ്യനെ അല്ല കർത്താവ് ഈശോ മിശിഹ സഭയുടെ തലവനായി നിയമിച്ചത്. ഏറ്റവും ധൈര്യശാലിയും തോമസിനെയും അല്ല, എടുത്തുചാട്ടക്കാരനും എന്നാൽ തീരുമാനങ്ങൾ എടുത്ത് ചിലപ്പോൾ തെറ്റിപ്പോയി അങ്ങനെയുള്ള പത്രോസിനെയാണ്. തീരുമാനങ്ങൾ എടുത്തു, ചിലപ്പോഴൊക്കെ അദ്ദേഹം തെറ്റിപ്പോയി, എന്നാൽ തീരുമാനമെടുത്തു. നികുതി കൊടുക്കേണ്ട കാര്യത്തിൽ കർത്താവിനോട് ചർച്ച ചെയ്യാണ്ട് പോലും തീരുമാനമെടുത്തു. കർത്താവിൻ്റെ മനസ്സ് വായിച്ചറിയാനായിട്ട് അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ തീരുമാനം തെറ്റിപ്പോയിട്ടുണ്ട്, തെറ്റ് തിരുത്താം. പാപം ചെയ്തിട്ടുണ്ട്, ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെയാണ് സഭയുടെ തലവനാക്കിയത്. ഏറ്റവും ധീരനായ തോമസിനെയോ ഏറ്റവും സ്നേഹമുള്ളവനായത് യോഹന്നാനെയോ അല്ല വെച്ചത്. തീരുമാനങ്ങൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവൻ, തെറ്റിപ്പോയാൽ തിരുത്താൻ കഴിവുള്ളവൻ, അങ്ങനെയായിരിക്കണം. അതിനുള്ളൊരു ചങ്കൂറ്റം നമ്മൾ കാണിക്കണ്ടേ? ഞാൻ സെമിനാറിലായപ്പോഴത്തെ ഒരു അനുഭവം പറയാം. സന്ധ്യയാവാറായി. ഏതൊരു ചമ്മാശന് സന്ദർശകരുണ്ടായിരുന്നു, വിസിറ്റേഴ്സ്. അപ്പോൾ അവർക്ക് കാപ്പി കൊടുക്കാനായിട്ട്, കാപ്പിയോ ചായയോ കൊടുക്കാനായിട്ട് പാലില്ല. അപ്പോൾ മറ്റൊരു ചമ്മാശൻ മോട്ടോർ ബൈക്ക് എടുത്തായിട്ട് ഒറ്റ പോക്ക് പാല് വാങ്ങിക്കാൻ ആ സ്പീഡിൽ പോയി ഒരു വഴിയിൽ വെച്ചിട്ട് ഒരു ഇച്ചിരി പ്രായമായ മനുഷ്യനെ വണ്ടി ഇടിച്ചു. ഈ ചമ്മാച്ചന് കുറച്ച് പരിക്ക് പറ്റി. മറ്റേ ആ പ്രായമായ മനുഷ്യൻ അയാൾ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗ്രാമത്തിലെ സകലമാന ആളുകളും ഇളകി വശായി വരികയാണ്. ഗ്രാമത്തലവനും ചില ഗുണ്ടകളൊക്കെ ആയിട്ട് സെമിനാരിക്ക്. അവരുടെ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ ഗ്രാമം മുഴുവൻ ഇളകി വശമൊക്കെ വന്ന് കണ്ടപ്പോൾ പേടിച്ചിട്ട് റക്ടറച്ചൻ മോപ്പടെടുത്ത് പിൻവാതിലൂടെ എവിടേക്കോ പോയി. പിന്നെ ഞാനുണ്ട്, വൈസ് റക്ടറച്ചനുണ്ട്. എനിക്ക് ആ നാട്ടിലെ ഭാഷ അറിയില്ല. ഞാൻ ഇനി വൈസ് റക്ടറോട് പറഞ്ഞു, അദ്ദേഹത്തിന് അല്പം ഭാഷയ്ക്ക് അറിയാം, അത്ര നന്നായിട്ട് അറിയില്ല. നന്നായിട്ട് അറിയാവുന്ന റക്ടറച്ചനാണ് വണ്ടി എടുത്ത് പിൻവാതിലൂടെ മോപ്പടുമായിട്ട് പോയിരിക്കുന്നത്. അപ്പം ഞാൻ വൈസ് റക്ടറോട് പറഞ്ഞു, നിങ്ങൾ ഓടിപ്പോകരുത്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, എനിക്ക് ഭാഷ അറിയില്ല. ഈ വരുന്ന മനുഷ്യരോട് സംസാരിക്കുക. 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ചമ്മാച്ചന് അല്ലേ അപകടം പറ്റിയിരിക്കുന്നു, ആ ചമ്മാച്ചൻ നമ്മൾ സംരക്ഷിക്കണം. അതേസമയം അവരുടെ ഒരാൾ മരിച്ചു, ആ കുടുംബം അനാഥമായിട്ടുണ്ട്, ആ കുടുംബത്തെ സംരക്ഷിക്കണം. അവരുടെ വേദനയുണ്ട്, അത് പരിഹരിക്കണം. അപ്പോൾ ഇത് രണ്ടിനും പറ്റുന്ന തരത്തിൽ അല്പം സമയം കിട്ടുന്നുള്ള. ഇപ്പോൾ വൈകാരിക ആവേശത്തിനാണ് എല്ലാവരും നിൽക്കുന്നത്. അതൊന്ന് തണുപ്പിക്കാനായിട്ട് ആ ഗ്രാമത്തലവനോടോ അദ്ദേഹത്തിൻ്റെ ആളുകളോ ഒന്ന് വിളിച്ച് സംസാരിക്കുക. എല്ലാവരോടും പോയി സംസാരിച്ചാൽ ശരിയാകില്ലല്ലോ. അങ്ങനെ ഈ വൈസ് റക്ടറച്ചൻ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈസ് റക്ടറച്ചൻ പോയി അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരുവിധം ശാന്തമായി. ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഓൺ ദ സ്പോട്ട് വേണമെന്നാണ് ഈ ഗ്രാമത്തലവനൊക്കെ ആവശ്യപ്പെട്ടത്. അങ്ങനെ എന്തൊക്കെയോ ഈ വൈസ് റക്ടറച്ചൻ പറഞ്ഞ് ഒന്ന് സമാധാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം കൂടുതൽ ചർച്ചകൾക്ക് സമയം കിട്ടണമല്ലോ, അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുടുംബത്തെ ചികിത്സ, ഈ മരിച്ച ആളുടെ കുടുംബത്തിന് അത്യാവശ്യം വേണ്ട സംഗതികൾ നമ്മൾ കൊടുത്തു വിട്ടു. ഭക്ഷണത്തിനും സംഗതികൾ കൊടുത്തു വിട്ടു. അങ്ങനെ ഒരു 3 ദിവസങ്ങൾ കൊണ്ട് പതുക്കെ ഈ പ്രശ്നം പരിഹരിച്ചു. നമുക്കൊരു 50,000 രൂപ ചിലവായി. പിന്നെ അവർക്ക് ഈ ഇൻഷുറൻസിൻ്റെ തുകയും മറ്റും എല്ലാം അവർക്ക് വലിയൊരു സംഖ്യ കിട്ടും, അത് വേറെ 10 ലക്ഷത്തിന് മേലെയും കിട്ടും അവർക്ക്. പക്ഷേ നമ്മൾ ഈ 10 ലക്ഷം ചോദിച്ചത് എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് നമ്മളൊരു 50,000 രൂപയിൽ അത്
3 ദിവസം കൊണ്ട് അത് നമ്മൾ പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ ഈ ഗ്രാമീണരൊക്കെ ശാന്തരായി അവർ തിരിച്ചു പോയി. പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മോപ്പടുമായിട്ട് പോയി അച്ഛൻ 3 ദിവസം കഴിഞ്ഞിട്ട് റക്ടച്ചൻ തിരിച്ചു വരികയാണ്. അന്ന് അദ്ദേഹമാണ് കുർബാന അർപ്പിക്കണേ. കുർബാന അർപ്പിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നാം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകണം. അപ്പോൾ ഈ ചെമ്മാച്ചന്മാർ പ്രസംഗം കേട്ടോണ്ട് ചെമ്മാച്ചന്മാർ ഇദ്ദേഹം 3 ദിവസം ഒരു പ്രശ്നം വന്നപ്പോൾ ഒളിച്ചോടി പോയതാണേ. മോപ്പടും എടുത്ത് പിന്മാതിൽ ഒളിച്ചോടി പോയ ആളാണ് പറഞ്ഞത് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ ചെമ്മാച്ചന്മാർ അങ്ങോട്ടൊന്ന് മുഖത്തേക്ക് നോക്കി, ചിലർ എൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കപ്പോൾ ഉണ്ടായ വികാരം എന്താണെന്നറിയോ? കർത്താവിനെ പ്രതി ഇയാളെ കൊല്ലണം എന്നാണ് ഈ പ്രസംഗിക്കുന്ന ആളെ. ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നം ഒളിച്ചോടി, എന്നിട്ട് പിറ്റേ ദിവസം ഘോരം പ്രസംഗിക്കുകയാണ് കർത്താവിന് വേണ്ടി നമ്മൾ മരിക്കാൻ തയ്യാറാകണം. നിങ്ങൾ വിചാരിക്കും മാണിപ്പറമ്പിലച്ഛൻ പറയാൻ എന്താ അർഹതാണ്? നിങ്ങൾ എൻ്റെ മുമ്പത്തെ ജീവിതമൊക്കെ ഒന്ന് പഠിച്ചു നോക്ക്. 11 ദിവസം 7 ദിവസം 11 പോലീസുകാരുടെ പ്രൊട്ടക്ഷനിൽ ജീവിച്ച ആളാണ് ഞാൻ. RSSന്റെ തലവൻ സുദർശനെതിരെ ലേഖനങ്ങൾ എഴുതിയിരുന്ന ആളാണ് ഞാൻ, ഇംഗ്ലീഷ് പത്രങ്ങളിൽ. പിന്നെയുണ്ട് ഒരുപാട് കഥകൾ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് വെറും വാക്കല്ല, എന്നെ പുകഴ്ത്താനും വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: തീരുമാനങ്ങൾ എടുക്കണം. ചിലപ്പോൾ തെറ്റിപ്പോയുമ്പോൾ തിരുത്തും. പക്ഷെ തീരുമാനങ്ങൾ എടുക്കാതെയും അതിൽ ഉറച്ചു നിൽക്കാതെയും സഭയെ മുഴുവൻ നാട്ടിക്കുന്ന ഒരു നിലപാടുണ്ടാക്കാൻ പാടുണ്ടോ? അപ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്. തീരുമാനങ്ങൾ വേണം, അത് നടപ്പാക്കാനുള്ള ചങ്കൂറ്റം വേണം. ഇപ്പം എന്ത് ചെയ്യും? അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, എന്നാലും ഇനിയും വേണ്ടി വരും. അതാണ് രണ്ടാമത്തെ നിർദ്ദേശം. എന്താണ് രണ്ടാമത്തെ നിർദ്ദേശം? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു. ഒരു പക്ഷേ അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരിക്കാം എന്നെക്കൊണ്ട് ഈ രണ്ടാമത്തെ നിർദ്ദേശം പറയിപ്പിക്കുന്നത്. പക്ഷേ ദൈവമാണ് പറയിപ്പിക്കുന്നത് എന്ന് എൻ്റെ ഉള്ളിൽ തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത്. കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ 3 പ്രാവശ്യം നേരിട്ട് ഇടപെട്ട കേസാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ. അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മാർപ്പാപ്പ 2 പ്രാവശ്യം കത്തിലൂടെയും 1 പ്രാവശ്യം വീഡിയോയിലൂടെയും ഒരു രൂപതയെ നേരിട്ട് അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യമാണ്. എന്നെ ഈ വീഡിയോ കേൾക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായ വിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് കേൾക്കണം. ഞാൻ നിങ്ങളുടെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. ഒന്നുകൂടി പറയുകയാണ്: നിങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്ത് 2 പ്രാവശ്യം മാർപ്പാപ്പ കത്തെഴുതുകയും 1 പ്രാവശ്യം വീഡിയോ പുറപ്പെടുവിക്കുകയും ചെയ്തു. നിങ്ങളുടെ വിമത ഗുണ്ടകൾ പറയുന്ന വാക്ക് കേട്ട് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് നിങ്ങളിൽ മിക്കവരും എനിക്ക് നിങ്ങളെ പരിചയമില്ല. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് കത്തോലിക്ക സഭയുടെ തലവൻ, ലോകത്തിലെ ഏറ്റവും ആദരണീയനായ വ്യക്തി നേരിട്ട് പഠിച്ച് നേരിട്ട് ഇടപെട്ട കേസാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ. ആ മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാക്കാൻ സീറോ മലബാർ സഭ ഒന്നടങ്കം പിന്തുണ അറിയിക്കണം. അത് വാചകം അടിച്ചിട്ടല്ല, എന്നെപ്പോലെ ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ടല്ല, കൃത്യമായ പ്രവൃത്തിയിലൂടെ. എന്താണ് കൃത്യമായ പ്രവൃത്തി? ആ പ്രവൃത്തി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇത്തവണ ഈ നോമ്പുകാലം തുടങ്ങുമ്പോൾ ശരിക്കും നോമ്പുകാലമായിട്ട് സീറോ മലബാർ സഭ അതെടുക്കണം. എന്നിട്ട് തക്കല മുതലോ അല്ലെങ്കിൽ കേരളത്തിന്റെ അതിർത്തി മുതലുള്ള രൂപതകൾ, സീറോ മലബാർ സഭയുടെ രൂപതകൾ, കാസർഗോഡ് നിന്നുള്ള അവിടെ തൊട്ടുള്ള സീറോ മലബാർ രൂപതകൾ, മെത്രാമാരുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ നിയമനപ്രകാരമോ വൈദികരും എല്ലാ ഇടവകളിലും പ്രതിനിധികളും കാൽനടയായി നോമ്പ് കാലത്ത് ഒരു ദിവസം 15 കിലോമീറ്റർ ഒക്കെ നടന്ന് 15-20 കിലോമീറ്റർ നടന്ന് അങ്ങനെ എല്ലാ ഇടവകളിലും ആളുകളും വന്ന് വൈദികരും മെത്രാന്മാരും പ്രതിനിധികളും അതൊക്കെ സഭയ്ക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഓശാന ശനിയാഴ്ച എറണാകുളം അതിരൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ എത്തണം. ഓശാന ഞായറാഴ്ച കയ്യിൽ കുരുത്തോലയും കൊന്തയും കുരിശുമായിട്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലത്തീൻ രൂപതയിലെ ആളുകളും നമ്മുടെ കൂടെ ചേരും. കാരണം എന്താണ്? ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതര് ലത്തീൻ കുർബാനയും അവഹേളിക്കുകയാണ്. ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞ് അവരുടെ കുർബാനയും അവഹേളിക്കുകയാണ്. മാർപ്പാപ്പയെ അവഹേളിക്കുകയാണ്, മാർപ്പാപ്പയെ ധിക്കരിക്കുകയാണ്. അതിനാൽ സകലമാനം മനുഷ്യരും, പിന്നെ സീറോ മലങ്കര സഭയില്, ഓർത്തഡോക്സ് യാക്കോബായ സഭകള്, മറ്റു സഭകളൊക്കെ ചേരും. അങ്ങനെ എല്ലാവരും കൂടി വന്ന് ഒരു 5 ലക്ഷം ജനങ്ങളെങ്കിലും വരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക്. എല്ലാ പള്ളികളിലേക്കും നമ്മൾ ഓശാന ഞായറാഴ്ച പോകണം. കുരുത്തോല പിടിച്ച് കയ്യിൽ കൊന്തയും
കുരിശുമായിട്ട് നമ്മൾ ചെല്ലണം. എന്നിട്ട് അവിടുത്തെ അൽമായരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 6.5 ലക്ഷം വരുന്ന അൽമായരെ നമ്മൾ ചേർത്ത് നിർത്തണം. ആലിംഗനം ചെയ്ത് ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ട് എന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് പറയണം. എന്നിട്ട് ഈ അൽമയ മുന്നേറ്റ ഗുണ്ടകളെ പുറത്താക്കണം. അഹിംസാ മാർഗത്തിലൂടെ. എന്നിട്ട് കുർബാന ചൊല്ലാൻ ഇല്ലേ, ഏകീകൃത കുർബാന, സഭ അംഗീകരിച്ച കുർബാന ചൊല്ലാൻ താല്പര്യമുള്ള അച്ഛന്മാർ മാത്രം അവിടെ ഇരുന്നാൽ മതി എന്ന് തീരുമാനിക്കണം. സഭ ഒറ്റക്കെട്ട്, സീറോ മലബാർ സഭയും അതോടൊപ്പം മറ്റ് സഭകളും റാലിയായി, കാൽനടയായി 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം, 40 ദിവസം മതി, ഓശാന ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലേക്കും ഇങ്ങനെ കുരുത്തോലയുമായി, കുരുത്തോല ഫീനിക്സ് എന്നാണ് വാക്കിനർത്ഥം അല്ലേ, ഫൊയിനിക്സ് എന്നാണ് കുരുത്തോലയ്ക്ക് ഗ്രീക്കില്. ഫീനിക്സ് ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷി. അത് യേശുക്രിസ്തുവിനുള്ള ഉത്ഥാനത്തിനുള്ള പ്രതീകമായിട്ടാണ് ബൈബിളിൽ ഉപയോഗിക്കണേ. അതുകൊണ്ടാണ് സ്വർഗത്തിലും കുരുത്തോല ഉപയോഗിച്ചിട്ടാണ് അവർ പ്രദക്ഷിണം നടത്തണേ. വെളിപാട് ഗ്രന്ഥം 7-ാമത്തെ അധ്യായത്തില് സ്വർഗത്തിലും കുരുത്തോല, ഇവിടെ എറണാകുളത്തും കുരുത്തോല ഉണ്ടാവട്ടെ. അങ്ങനെ ഈ ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സീറോ മലബാർ സഭയുടെ ചിഹ്നമായി ഈ ഓശാന ഞായർ ഭവിക്കണം. തീർന്നില്ല, ഇതുകൂടെ സംഭവിക്കുന്നതാണ് മാർപ്പാപ്പയുടെ ഡെലഗേറ്റിന് കട്ട സപ്പോർട്ട് കൊടുക്കുന്ന എറണാകുളം സീറോ മലബാർ സഭയിലെ സകല മെത്രാന്മാരും അച്ഛന്മാരും വൈദികരും അതുപോലെ കന്യാസ്ത്രീമാരും അൽമായ പ്രതിനിധികളും ഒക്കെ ചേർന്ന് ഒരു 5 ലക്ഷം പേരോ 6 ലക്ഷം പേരോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലേക്കും ഓശാന ഞായറാഴ്ച പ്രവേശിക്കണം. അഹിംസാ മാർഗത്തിലൂടെ അവരെ ചേർത്ത് പിടിച്ച് ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളെ പുറത്താക്കണം. ഈ അൽമായ വിമത ഗുണ്ടകള്, മുന്നേറ്റ ഗുണ്ടകള്, അവർ അക്രമികളാണ്. കുപ്പികൾ വലിച്ചെറിയുക, കോലം കത്തിക്കുക, മാർപ്പാപ്പയുടെ ഡെലഗേറ്റിനെതിരെ കുപ്പികൾ വലിച്ചെറിയുക, മാർപ്പാപ്പ അയക്കുന്ന ആളുകൾക്കെതിരെ കോലം കത്തിക്കുക. ഇത് യെരൂശലേമിലേക്ക് അയച്ച സകല പ്രവാചകന്മാരെയും കല്ലെറിഞ്ഞ യെരൂശലേം നിവാസികൾക്ക് തുല്യമല്ലേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത മുന്നേറ്റ ഗുണ്ടകള്, അൽമായ മുന്നേറ്റ ഗുണ്ടകള്? അങ്ങനെ അക്രമത്തിന്റെ മാർഗം ഉപയോഗിച്ച ഒറ്റ കാരണം കൊണ്ട് അവർ യേശുക്രിസ്തുവിനെയും അവന്റെ സഭയെയും തള്ളിപ്പറയുകയും തങ്ങൾ ക്രിസ്ത്യാനികളല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെയും പുറത്താക്കാനായിട്ട് സഭാധികാരികള് മനസ്സ് വെക്കണം. എത്ര നേരം വേണം അവരെ പുറത്താക്കാൻ? എത്ര നേരം വേണം? മാനസാന്തരപ്പെട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം അവരെ. നമ്മൾ പുറത്താക്കുന്നത് നശിപ്പിക്കാനല്ലല്ലോ, മാനസാന്തരപ്പെടാൻ ചാൻസ് കൊടുക്കാനല്ലേ. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റാലി വേണമെന്ന് പറയുന്നത്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റ ഗുണ്ടകൾ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങളാര്? താൻ ആര്? മെത്രാൻ ആര്? കർദിനാൾ ആര്? ആലഞ്ചേരി പിതാവ് ആര്? ആൻഡ്രൂസ് പിതാവ് ആര്? സിറിൽ പിതാവ് ആര്? മാർപ്പാപ്പ ആര്? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെയാണോ? എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമാണ്. അത് നിങ്ങളുടെ മാത്രം അവകാശമൊന്നുമല്ല. സീറോ മലബാർ സഭയിലെയും കത്തോലിക്ക സഭയിലെയും ഒരു യൂണിറ്റ് ആണത്. അത് ബോധ്യപ്പെടുത്താനാണ് സകല രൂപതകളിൽ നിന്നും സകല കോണുകളിൽ നിന്നും ഇങ്ങനെ 4-5 ലക്ഷം പേര് റാലിയായി ജാഥയായി എറണാകുളത്തേക്ക് ചെല്ലേണ്ടത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ വന്നു ചേരണം. ഇതിലൂടെ മറ്റ് പ്രസാദാത്മകമായ ഒരുപാട് ലക്ഷ്യങ്ങളും സീറോ മലബാർ സഭയ്ക്ക് കൈവരിക്കാൻ പറ്റും. മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാക്കാൻ കഴിയും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ ഈ പറഞ്ഞത്. അല്ലെങ്കിൽ കർത്താവിന്റെ സഭയെയും അവളുടെ മക്കളായ അൽമാരെയും അത്രമാത്രം സ്നേഹിക്കുന്ന ഭ്രാന്തന്റെ സ്വപ്നം. പക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ ഇതിന് യേശു കാണിച്ചു തന്ന മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ സംവത്സരങ്ങളിലും യേശു പെസഹ തിരുനാൾക്ക് പോയിരുന്നില്ലേ? അങ്ങനെ പോയിരുന്നു. അത് യോഹന്നാൻ ശ്ലീഹ എഴുതിയിട്ടുണ്ട്. എല്ലാ പെസഹ തിരുനാൾക്കും അവൻ ഈ വിജാതിയരുടെ തളത്തിൽ അങ്കണത്തിൽ നടക്കുന്ന കച്ചവടം കണ്ടില്ലേ? അവിടെ നടക്കുന്ന ജെറുസലേം ദേവാലയം അശുദ്ധമാക്കുന്ന കച്ചവടം കണ്ടില്ലേ? അതിനെ കള്ളന്മാരെ ഗുഹയാക്കിയത് കണ്ടില്ലേ? കണ്ടു. അന്നൊക്കെ അവൻ അവരോട് അനനയത്തോട് സംസാരിച്ചിരുന്നിരിക്കില്ലേ? ചാട്ടുപാർക്ക് എടുക്കുന്നതിന് മുൻപത്തെ കാര്യം ഞാൻ പറയണേ. എല്ലാ കൊല്ലം പെസഹ തിരുനാൾക്ക് പോയിരുന്നല്ലോ.
പെസഹ തിരുനാൾക്കൊക്കെ ഈ കച്ചവടം കണ്ടിട്ടുണ്ട്. ദേവാലയത്തെ കച്ചവടം ഈ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തൊന്നും കണ്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് കണ്ണടച്ച് പോരുമായിരുന്നോ? അല്ല, അവരുടെ അനുനയത്തിൽ സംസാരിച്ചിട്ടുണ്ട് അവിടുത്തെ നേതാക്കന്മാരോട്. അത് കർത്താവിൻ്റെ വാക്കുകളിൽ കാണാം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-35. യെരൂസലമേ യെരൂസലമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളാൻ എത്ര വട്ടം എനിക്ക് മനസ്സുണ്ടായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇപ്പൊ കർത്താവ് അത് പറയണ്ടാവില്ലേ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങളെ, നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നവരെയെല്ലാം കുപ്പി വലിച്ചെറിയുകയും കോലം കത്തിക്കുകയും ചെയ്യുന്നവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ ചേർക്കാൻ, നിന്റെ മക്കളെ ചേർക്കാൻ എത്ര വട്ടം ചേർത്ത് കൊള്ളാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സായില്ല. അപ്പോൾ കർത്താവ് അനുനയത്തിലൂടെ പല പ്രാവശ്യം അവർ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. അപ്പോൾ 3-ാമത്തെ കൊല്ലം അവൻ്റെ അവസാനത്തെ ആഴ്ചയിലെ ഓശാന ഞായറാഴ്ച അവൻ ഗലീലിൽ നിന്ന് തീർത്ഥാടകരെയും കൊണ്ട് പ്രവേശിക്കുകയാണ്. കുരുത്തോലയുമായി വടിൽ ചില്ലകളൊക്കെ വെട്ടിയിട്ട് കഴുതപ്പുറത്ത് പ്രവേശിക്കുകയാണ്. അവൻ അവിടെ ജെറൂസലേം നഗരത്ത് വന്നപ്പോൾ അതിനെക്കുറിച്ച് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ നാളിൽ നിന്റെ സമാധാനത്തുള്ള വഴി നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ സമാധാനത്തിന്റെ വഴി നിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. ലൂക്ക 19:41-42. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുക. ജെറൂസലേം നഗരം പോലെയല്ലേ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയ്ക്ക്? യഹൂദ മതത്തിന്റെ കേന്ദ്രമായിരുന്നു ജെറൂസലേം. സീറോ മലബാർ സഭയുടെ കേന്ദ്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അപ്പോൾ അവിടേക്ക് ഓശാന ഞായറാഴ്ച കർത്താവ് ചെയ്തതുപോലെയുള്ള ഒരു പ്രദക്ഷിണം, ഗലിലയൻ തീർത്ഥാടകരെയും കൊണ്ടു ചെന്ന ഒരു മഹാതീർത്ഥയാത്ര, അത് സീറോ മലബാർ സഭ ഇപ്പൊ ശരിക്ക് ചെയ്യണം. അതോടെ മാർപ്പാപ്പയ്ക്ക് കട്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കും. മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാകും. അതിലൂടെ മറ്റനേകം പ്രസാദാത്മകമായ കാര്യങ്ങൾ സംഭവിക്കും. ഇതെന്റെ വാക്കാണ്. ഇതിലൂടെ നമുക്ക് കർത്താവിനോടും അവന്റെ വികാരിയായ മാർപ്പാപ്പയോടും സീറോ മലബാർ സഭയുടെ നേതൃത്വത്തോടുമുള്ള പ്രതിബദ്ധത വെളിപ്പെടുത്തും. എറണാകുളത്തിന് മാറ്റം വരും. നിങ്ങൾ കേൾക്കുന്നവര്, ഇത് നിങ്ങൾക്ക് പല ബന്ധപ്പെട്ട മെത്രന്മാരെയും ഒക്കെ അച്ഛന്മാരൊക്കെ പരിചയം കാണല്ലോ. അവരൊക്കെ ഒന്ന് അറിയിക്കി. ഒരുപക്ഷെ ഈ തരത്തിലോ ചിലപ്പോൾ ഇത് സംഭവിക്കുന്നതിന് മുമ്പോ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ, ഒരുപക്ഷെ ദൈവം തോന്നിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ വാക്കുകൾക്കെല്ലാം കാഠിന്യമുണ്ടാകാം. പക്ഷേ അങ്ങേയറ്റം സ്നേഹത്തോടും സഭ ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തെ നേരിടുകയും പരിഹരിക്കുകയും വേണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നമുള്ള എലമെൻസിനെ പുറത്താക്കി നല്ലവരെല്ലാവരെയും, മെജോറിറ്റി വരുന്ന 99% വരുന്ന മെജോറിറ്റി നല്ലവരെ ചേർത്ത് നിർത്തി നമ്മൾ അവരുടെ കൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടി ഉണ്ടാകണം. ആ സ്വപ്നവും എൻ്റെ ആശയവും ഞാൻ പങ്കുവെക്കുകയാണ്. ഇത് പരമാവധി ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.